guys. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപർണാസ് ടെയിൽസ്. ഇന്ന് രാവിലെ ഒരു പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഈ റീൽ എടുക്കാമെന്ന്. അപ്പം ഇവൾ വീട്ടിലോട്ട് വന്നു. ചെറുതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കാനൊക്കെ ആയിരുന്നു എപ്പോഴും കാണാറ്. പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ റീൽ എടുക്കാനാണ് കാണുന്നത് കേട്ടോ. ഇവളപ്പം എൻ്റെ കസിനാണ്, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. അപ്പം ഞങ്ങളവിടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവൾ റോക്കിനെ നടക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് വരണം. ഇത് വീട്ടിന് തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പം അവർ തിരിച്ചു വരുന്നവരെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. ഇവിടെ ഇന്ന് നല്ല കാറ്റും വെയിലും എല്ലാം ചേർന്നൊരു കാലാവസ്ഥയായിരുന്നേ. അപ്പം ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റീലെടുക്കാനുള്ള സ്പോട്ട് തപ്പിക്കൊണ്ടിരുന്നു. സ്പോട്ട് തപ്പുമ്പോൾ ഒന്നെങ്കിൽ ലൈറ്റ് കാണത്തില്ല, ലൈറ്റുള്ള സ്ഥലം ബാക്ക്ഗ്രൗണ്ട് കൊള്ളത്തില്ല. പിന്നെ ഞങ്ങളൊന്നും നോക്കാതെ ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്നുള്ളത് ചെയ്തു. ഇതാണ് KCB, ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്താണ്. അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 3 ദിവസം വരെ കറണ്ടില്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ കിടന്ന് തുള്ളിച്ചായി, എടുത്തെടുത്ത് കുറേ മടുത്തു. പിന്നെ അവരുടെ ടേണായിരുന്നു. അപ്പം ഞാൻ വന്ന് എൻ്റെ സ്വന്തം വീഡിയോ എടുത്തുകൊണ്ടിരുന്നേ. എൻ്റെ ഫോണിനൊക്കെ ഒട്ടും ക്ലാരിറ്റി ഒന്നും ഇല്ല. പിന്നെ കണ്ടൻറ് ക്രിയേഷൻ ഒരു ആഗ്രഹമായതുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം നമ്മൾ കുറവുകളൊന്നും നോക്കത്തില്ലല്ലോ, അപ്പോൾ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീഡിയോസൊക്കെ കുറേ എടുത്തു. ഇവിടെയാണ് കുറേ പൂക്കളുണ്ട്. ഞങ്ങൾ ഓണം ടൈമൊക്കെ ആകുമ്പോൾ അത്തപ്പൂ ഇടാൻ ഫുള്ള് പൂക്കൾ ഈ വഴിയിൽ നിന്നാണ് പറിക്കാറ്. ഇപ്പം ഇവിടെ അത്യാവശ്യം പൂത്ത് വരുന്നുണ്ട്. ഓണം ആകുമ്പോൾ നല്ല പൂക്കളാകും. ആ സമയത്ത് ഞാൻ വ്ളോഗൊക്കെ ഇടാവേ. അപ്പം അങ്ങനെ ഞാൻ പൂ പറിച്ച് അവളുടെ തലയിലൊക്കെ കൊണ്ടിടുമായിരുന്നു. നല്ല രസമായിരുന്നു. ഇന്ന് ഒരു ഫൺ ഡേ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ബോറടിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഭയങ്കര ബോറടിയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ വെച്ച് നോക്കിയപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ കിടന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് നന്നായിട്ട് കളിക്കുമ്പോൾ ഫ്രെയിമിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തി വരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. തൊട്ടടുത്താണ് വീട്. ഇതിൻ്റെ ഇവിടെയാണ് ഞങ്ങളുടെ വീട്. വീട്ടിൽ പോയപ്പോൾ അമ്മയും കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ റോക്കിയുടെ കുശുമ്പൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ട്രൈപോഡ് എടുത്തിട്ട് വീടിൻ്റെ മുകളിലൊന്ന് പോയി. അവിടെ പോയപ്പം കുറേ കാക്കകൾ എന്നെ നല്ല ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ പോവായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ മുകളിൽ പോയപ്പം. ഞങ്ങൾ നല്ല പൊരിഞ്ഞ വെയിലത്ത് നിന്ന് റീലെടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ കാറ്റ് കൊണ്ടപ്പം നല്ലൊരു സുഖം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഇവൾമാർ അടുത്ത റീലെടുക്കാൻ തുടങ്ങി. ഞാൻ എടുത്തില്ല. പിന്നെ വെള്ളു വന്നപ്പോൾ അവളെ പൊക്കി കൊണ്ട് നടന്നു. അപ്പോൾ നോക്കുമ്പോൾ 2 പേരും വന്നു. പൂസിയും വെള്ളുവാണേ. ഇതെൻ്റെ വീട്ടിലെ പെറ്റാണ്. കുറേ പേരുണ്ട്, ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇവർ കിടന്ന് ഭയങ്കര കളിയായിരുന്നു. പിന്നെയും നോക്കുമ്പോൾ ഈ കാക്ക വട്ടം വെച്ച് പറക്കുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീടിൻ്റെ മുകളിൽ നിന്ന് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുമായിരുന്നു. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ ഫോണൊന്ന് താഴെ വീഴാൻ നോക്കി. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ പിടിച്ചത്. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. പിന്നെയാണ് ഞങ്ങൾ താഴോട്ട് വന്ന് ബിങ്കൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് പോകാൻ ടൈമായേ. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.